ഇസ്ലാം മതത്തിൽ ഗേൾസിനെ അടിച്ചമർത്തുന്നില്ല. ഞാനൊരു ഹിന്ദു മതത്തിൽ നിന്ന് പ്രണയിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. പ്രണയിക്കുക എങ്ങനെ? ഞാനൊക്കെ എൻ്റെ മതത്തിൻ്റെ ഇതിൽ നിന്ന് വെച്ചിട്ടാണ് പറയുന്നത്. ഒരു മതത്തിൽ ഇത്രയും മീൻസ് നല്ല കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ നമ്മളെന്തിനും വേറെ മതത്തിൽ പോകണം? മതമാണോ നല്ലത് അതോ മനുഷ്യ സ്നേഹമാണോ നല്ലത്? മതത്തിൽ മനുഷ്യ സ്നേഹമല്ലേ? അല്ല, പക്ഷെ മതത്തിന്റെ പേരിലാണ് അടി ഉണ്ടാവുന്നത്. അങ്ങനല്ല. എങ്ങനെ മതത്തിന്റെ പേരിലോ? മതത്തിന്റെ പേരിൽ അടി ഉണ്ടാവുന്നത് ഒരു രാഷ്ട്രീയ മതത്തിലേക്ക് രാഷ്ട്രീയം വരുമ്പോഴാണ് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. കാസ്റ്റ് എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മനുഷ്യർ തെറ്റിദ്ധാരണയിൽ എടുത്തില്ല. ആരോ പറഞ്ഞിട്ടുണ്ടോ ഒരു താഴ്ന്ന ജാതിയെ മറ്റേ ജാതി കല്യാണം അയക്കരുതെന്നല്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പം എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അത് ഉണ്ടാവില്ല മിക്കവാറും. അതാണ്. പിന്നെ ഗേൾസിൻ്റെ ആണ് എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്. ഒരിക്കലും ഇസ്ലാം മതത്തിൽ ഗേൾസിനെ അടിച്ചമർത്തുന്നില്ല. അവർക്ക് എപ്പോഴും സപ്പോർട്ടായിട്ടാണ് അവരെ മുൻഗണിച്ചിട്ടാണ് എപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. ബ്രോ ഒരു ഗേൾസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഉറപ്പാണ്. അപ്പം ബ്രോനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഹിന്ദു ആണെങ്കിൽ ബ്രോ അതിനെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുമോ? ഞാനൊരു ഹിന്ദു മതത്തിൽ നിന്ന് പ്രണയിക്കേണ്ട ആവശ്യമില്ല. അല്ല, അങ്ങനെ അഫ്കോഴ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അതെന്തുകൊണ്ടാ പറഞ്ഞാല് സ്നേഹത്തിന് പകരം അവിടെ ഒരു മതം അല്ലേ ബ്രോ ഇപ്പൊ കണ്ടക്ട് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രണയിക്കാം. എങ്ങനെ? ഞാനൊക്കെ എൻ്റെ മതത്തിൻ്റെ ഇതിൽ നിന്ന് വെച്ചിട്ടാണ് പറയുന്നത്. നമ്മളിതിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് പ്രണയത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. കല്യാണത്തിന് ശേഷമുള്ള പ്രണയമുണ്ട്, അത് ഭയങ്കര മനോഹരമാണ് അല്ലേ? ഇപ്പോൾ ഡിവേഴ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്? അത് കല്യാണത്തിന് ശേഷമുള്ള പ്രണയം ഇല്ല. അവിടെ ആ വീട്ടിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മതം നോക്കിയാണോ മതം നോക്കിയിട്ടാണോ അപ്പോൾ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കേണ്ടത്? മതം നോക്കിയിട്ടെന്നല്ല. ആ മതത്തിൽ നിന്ന് ഒരു മതത്തിൽ ഇത്രയും മീൻസ് നല്ല കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ നമ്മളെന്തിനും വേറെ മതത്തിൽ പോകണം? മനസ്സിലായില്ലേ? പിന്നെ അവിടെ വേറെ വിവാദങ്ങൾ വരും, അത് വേറെ പ്രശ്നങ്ങളാവും. പക്ഷെ മനുഷ്യനല്ലേ, സ്നേഹം വന്നു പോകത്തില്ലേ? സ്നേഹം വന്നു പോകാനും പറഞ്ഞ് മനസ്സിലാക്കാം നമ്മൾ.